നമുക്കെന്നാ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. പാൻ ചൂടായ ശേഷം അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. ഗീ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പിട്ട് വറുക്കാം. കശുവണ്ടി പരിപ്പ് തന്നെ വേണമെന്നില്ല, കിസ്മിസോ ബദാമോ നമുക്കിഷ്ടമുള്ള നട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഗീയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കവർ ചെയ്ത് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഏകദേശം വേവായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് പകുതി പാല് ആഡ് ചെയ്യുകയാണ്. ഷുഗർ ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് നേരം കൊണ്ട് നമുക്കിത് മൂടി വെക്കാം. ഇടയ്ക്കിതൊന്ന് ഇളക്കി വിടാൻ ശ്രമിക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് മതിയാവും. ഇനി നമുക്ക് മൂടി തുറക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പാല് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പാലൊക്കെ നന്നായിട്ട് വറ്റുന്നിടം വരെ ഇളക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു ഇങ്ങനൊരു കൺസിസ്റ്റൻസി വരണ വരെ ഇത് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് പാനിൽ നിന്നങ്ങ് വിട്ട് വരുന്നൊരു കൺസിസ്റ്റൻസി വരും. ഇനി നമുക്കിത് ഒരു മോൾഡിലോട്ട് നമുക്കിത് മാറ്റാം. ഇതൊരു 1 hour അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റാവും. അതിനുശേഷം നമുക്ക് കഴിക്കാം.